കഴിഞ്ഞ മെയ് മാസം അമേരിക്കയിലെ സീറ്റിലിൽ നടന്ന മൈക്രോസോഫ്റ്റിന്റെ ബിൽഡ് ഡെവലപ്പർ കോൺഫറൻസിലാണ് സംഭവം. സിഇഒ സത്യ നദല്ല മുഖ്യപ്രഭാഷണം നടത്തുമ്പോൾ ഒരു ജീവനക്കാരൻ എണീറ്റ് നിന്ന് ശബ്ദമുയർത്തി. മൈക്രോസോഫ്റ്റ് ഫലസ്തീനികളെ കൊന്നൊടുക്കുന്നത് കാണിക്കാമോ മിസ്റ്റർ സത്യ? അസ്യൂറിന്റെ സഹായത്തോടെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധക്കുറ്റങ്ങൾ കാണിച്ചു തരാമോ? സത്യ നദല്ലയോടെ ആയിരുന്നു മൈക്രോസോഫ്റ്റിന്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമായ അസ്യൂറിൽ എഞ്ചിനീയർ ആയിരുന്ന ജോ ലോപ്പസിന്റെ ഈ ചോദ്യങ്ങൾ. ആ പ്രതിഷേധം ലോകം മുഴുവൻ ശ്രദ്ധിച്ചു. ലോപ്പസിനെ പുറത്താക്കി കമ്പനി പ്രതികാര നടപടി സ്വീകരിച്ചു. പിന്നാലെ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ തങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു കമ്പനി. ഇസ്രായേൽ യുദ്ധക്കുറ്റത്തിൽ കൂടുതൽ ആരോപണങ്ങളുമായി റിപ്പോർട്ടുകൾ വന്നതോടെ അത് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സമിതിയെ നിയോഗിക്കുകയും ചെയ്തു മൈക്രോസോഫ്റ്റ്. കമ്പനിയെ പൂർണ്ണമായും വെള്ളപൂശുന്നതായിരുന്നു അന്വേഷണ റിപ്പോർട്ട്. എന്നാൽ ഗസയിലെ കൂട്ടക്കുരുതിയിൽ നിന്ന് ആഗോള ടെക് ഭീമന് അങ്ങനെ കൈകഴുകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴിതാ പുറത്തു വന്നിരിക്കുകയാണ്. ഗസയിലെ ആക്രമണങ്ങൾക്ക് വേണ്ട ഇന്റലിജൻസ് സഹായങ്ങൾ നൽകുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം യൂണിറ്റ് 8200 മൈക്രോസോഫ്റ്റും ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി എന്നാണ് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. ഗസയിലും വെസ്റ്റ് ബാങ്കിലുമുള്ള മുഴുവൻ ഫലസ്തീനികളുടെയും ഫോൺ കോളുകൾ ചോർത്തി സൂക്ഷിക്കാൻ കമ്പനി ക്ലൗഡ് സർവീസ് സഹായവും ചെയ്തു വരുന്നുണ്ട് എന്നാണ് ഏറ്റവും ഗുരുതരമായ കാര്യം. ഇസ്രായേലി ഫലസ്തീൻ പ്രസിദ്ധീകരണമായ +972 മാഗസിനും ഹീബ്രു മാധ്യമമായ ലോക്കൽ കോളുമായി ചേർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ദ ഗാർഡിയൻ പുറത്തുവിട്ടത്. ആ വിവരങ്ങൾ വിശദമായി പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. (2021) മുതൽ 2024 വരെ യൂണിറ്റ് 8200 തലവനായ യോസി സാരിയലിനെ ഇസ്രായേൽ രഹസ്യാന്വേഷണ രംഗത്ത് വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നയാളാണ് എന്നാണ് പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. 2015 ഒരു സംഘം ഫലസ്തീനി യുവാക്കൾ ഇസ്രായേലിൽ നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നാലെയാണ് യൂണിറ്റ് 8200 അടിമുടി ഉടച്ചു വാർത്തുകൊണ്ടുള്ള പരിഷ്കാരങ്ങൾക്ക് സാരിയൽ നേതൃത്വം നൽകുന്നത്. ഇന്റലിജൻസ് വീഴ്ചകൾക്ക് അന്ന് സാരിയൽ നൽകിയത് ഒറ്റ പരിഹാരമായിരുന്നു: മുഴുവൻ ഫലസ്തീനികളുടെയും ഫോൺ കോളുകൾ ചോർത്തുക, അവരെ ട്രാക്ക് ചെയ്യുക. പരമ്പരാഗത ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് പകരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പിന്തുണയുള്ള സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ വൻ സർവൈലൻസ് നടപടികൾക്ക് തുടക്കം കുറിച്ചുവന്ന് വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനികളുടെ കോളുകളും ടെക്സ്റ്റ് മെസ്സേജുകളും ചോർത്തി സംശയാസ്പദമായ ഇടപെടലുകൾ നിരീക്ഷിക്കുകയായിരുന്നു തുടക്കത്തിൽ. 2021 സാരിയൽ യൂണിറ്റ് 8200 തലപ്പത്തെത്തിയതോടെ ആ സർവൈലൻസ് കൂടുതൽ വിപുലമാക്കാനുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ ശതകോടിക്കണക്കിന് വരുന്ന ഫോൺ കോളുകൾ സംഭരിച്ചു വയ്ക്കാനും സൂക്ഷിക്കാനും ഇസ്രായേൽ സൈന്യത്തിന്റെ ഡാറ്റാ സെന്ററുകളും സന്നാഹങ്ങളും മതിയായിരുന്നില്ല. അങ്ങനെയാണ് മൈക്രോസോഫ്റ്റുമായി സഹകരണ കരാറുണ്ടാക്കാനുള്ള നടപടികൾക്ക് സാരിയൽ തന്നെ മുൻകൈയെടുക്കുന്നത്. മൈക്രോസോഫ്റ്റ് നിഷേധിക്കുന്നുണ്ടെങ്കിലും സത്യ നദല്ലയുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാളാണ് സാരിയൽ എന്നാണ് അദ്ദേഹത്തിന് കീഴിൽ ജോലി ചെയ്ത ചില ഉദ്യോഗസ്ഥർ ഗാർഡിയനോട് വെളിപ്പെടുത്തിയത്. ഏതായാലും 2021 അവസാനത്തിൽ സീറ്റിലെ മൈക്രോസോഫ്റ്റ് ആസ്ഥാനത്ത് സാരിയൽ എത്തുന്നു. കമ്പനിയിലെ തലവന്മാരുമായി വിശദമായ ചർച്ച നടത്തുന്നു. ഒടുവിൽ സത്യ നദല്ലയുമായി കൂടിക്കാഴ്ചയും നടത്തി. ആ വിശദമായ കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് മൈക്രോസോഫ്റ്റുമായി ഇസ്രായേൽ സൈന്യം ആ സുപ്രധാന കരാറിൽ ഒപ്പുവെക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തിന് സുപ്രധാന രഹസ്യങ്ങളെന്ന് പരിചയപ്പെടുത്തിയ രേഖകൾ എസ്യൂറിന്റെ ഡാറ്റാ സെന്ററുകളിൽ സൂക്ഷിക്കാനുള്ള കരാറായിരുന്നു അത്. കമ്പനിയുടെ ക്ലൗഡ് സർവീസ് പ്ലാറ്റ്ഫോമിലേക്ക് നെതർലൻഡ്സിലും അയർലൻഡിലുമുള്ള അവരുടെ ഡാറ്റാ സെന്ററുകളിലെ സർവറുകളിലേക്ക് അങ്ങനെ ഇസ്രായേൽ സൈന്യത്തിന് നേരിട്ട് ആക്സസ് ലഭിച്ചു. 2023 ഒക്ടോബർ 7 ശേഷമാണ് ഈ സഹകരണത്തിന്റെ ഗുണം ഇസ്രായേൽ ശരിക്കും അനുഭവിക്കുന്നത്. ഡാറ്റാ സെന്ററുകളിലെ സർവറുകളിൽ സൂക്ഷിച്ച ഫോൺ കോൾ, ടെക്സ്റ്റ് ഡാറ്റ വിശകലനം ചെയ്തായിരുന്നു ഗസയിലെ ആക്രമണങ്ങൾ IDF ആസൂത്രണം ചെയ്തത്. ഗസയുടെ ഓരോ മേഖലയിലും ലക്ഷ്യസ്ഥാനങ്ങൾ നിർണ്ണയിക്കാനും ആളുകളെ തിരഞ്ഞുപിടിച്ച് കൃത്യമായി ഉന്നമിട്ട് ആക്രമിക്കാനും ഈ വിവരങ്ങൾ സൈന്യം വ്യാപകമായി ഉപയോഗിച്ചു. ഓരോ മണിക്കൂറിലും ദശലക്ഷം ഫോൺ കോളുകളാണ് യൂണിറ്റ് 8200 ചോർത്തുകയും എസ്യൂർ ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ജൂലൈയിലെ കണക്ക് പ്രകാരം 11,500 ടെറാബൈറ്റ് വരും ആ ഡാറ്റ. ഏകദേശം 200 മില്യൺ ദൈർഘ്യമുള്ള ഓഡിയോകൾ. ആ വിവരങ്ങൾ ഓരോ ദിവസവും രഹസ്യാന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി വിലയിരുത്തും. സൈനിക നീക്കങ്ങൾക്കുള്ള ഇൻപുട്ടായി സൈന്യത്തിന് കൈമാറുകയും ചെയ്യും. ഇതാണ് രീതി. ഗസയിലെ ആക്രമണങ്ങൾക്ക് മാത്രമല്ല, വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികളെ വേട്ടയാടാനും ഈ വിവരങ്ങൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഫലസ്തീനികളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ആയുധമാക്കി ഈ വിവരങ്ങൾ വെച്ച് പലരെയും ജയിലിലടച്ചു. പലരെയും വകവരുത്താനുള്ള ന്യായമായും അവരതിനെ ഉപയോഗിച്ചു. എന്നാൽ യൂണിറ്റ് 8200 തങ്ങളുടെ ഡാറ്റാ സെന്ററുകളിൽ സൂക്ഷിച്ച രഹസ്യ വിവരങ്ങൾ എന്താണെന്ന് തങ്ങൾക്കറിയില്ല എന്നാണ് മൈക്രോസോഫ്റ്റിന്റെ വിശദീകരണം. അവർ തങ്ങളുടെ ഒരു കസ്റ്റമർ മാത്രമാണ്. അവരുമായി ആശയവിനിമയം നടത്തുന്നില്ല എന്നും അവർ തങ്ങളുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന ബന്ധമേ ഉള്ളൂവെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പുതിയ കണ്ടെത്തലുകൾ തെളിയിക്കപ്പെട്ടാൽ അന്താരാഷ്ട്ര തലത്തിൽ നിയമപരമായി തിരിച്ചടി നേരിടേണ്ടി വരും മൈക്രോസോഫ്റ്റിന്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി 2023 മുതൽ ഗസയിലെ ആക്രമണങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. കമ്പനിയുടെ സാങ്കേതിക സഹായങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കൂട്ടുനിന്നതായി തെളിഞ്ഞാൽ
മൈക്രോസോഫ്റ്റിന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപരോധങ്ങളും കടുത്ത നടപടികളും നേരിടേണ്ടി വരികയും ചെയ്യും. ഏതായാലും ഗാർഡിയന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പുതിയൊരു അന്വേഷണ സംഘത്തെ കൂടി മൈക്രോസോഫ്റ്റ് നിയമിച്ചിട്ടുണ്ട്. ആരോപണങ്ങളെല്ലാം വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്നാണ് കമ്പനി അറിയിക്കുന്നത്. ഈ അന്വേഷണവും എത്രമാത്രം സുതാര്യവും നിഷ്പക്ഷവുമാവുന്ന കാര്യവും സംശയാസ്പദമാണ്. എന്നാൽ വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര നീതിന്യായ സംവിധാനങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ നേരിടാൻ കമ്പനി നിർബന്ധിതമാകുമെന്ന കാര്യം ഉറപ്പാണ്.